ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലോവേരയുടെ പേളി ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലിയർ ഷാമ്പു ബേസ് വെച്ചിട്ട് ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പേളി ഷാമ്പു ബേസ് വെച്ചിട്ട് ഷാമ്പു ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഷാമ്പു ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ അലോവേരയാണ്. അലോവേര ഫ്രഷായിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അലോവേരയുടെ ജെല്ലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതായാലും മതി കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രഷ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അലോവേര ഫ്രഷായിട്ട് കിട്ടാനില്ലെങ്കിൽ ജെല്ല് ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഈ കാണുന്നത് പേളി ഷാമ്പൂ ബേസാണ്. 1/2 കിലോനാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇപ്പോൾ 1 കിലോനാണ് ഈ കാണിക്കുന്നത്. 1/2 കിലോനാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത്തിരി ഓയിലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷാമ്പൂവിന് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനും ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണയാണ്. മൊത്തം 1 കിലോ ഷാമ്പു ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ഷാമ്പു ബേസാണ് എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പോരാത്തത് ചേർത്ത് കൊടുക്കുന്നത് അലോവേരയുടെ ജ്യൂസും DM വാട്ടറും കൂടിയിട്ടാണ്. 500 ml തന്നെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 500 ml DM വാട്ടറും അലോവേരയും കൂടിയിട്ടുള്ള മിക്സും, അതായത് ജ്യൂസും 1/2 കിലോ ഷാമ്പു ബേസും കൂടിയിട്ട് 1 കിലോനാണ് നമ്മൾ ടോട്ടൽ ചെയ്യണത്. ഇനി അലോവേരയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ കറിയൊക്കെ പശയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. അലോവേര കട്ട് ചെയ്തിട്ട് ജെല്ല് എടുക്കുമ്പോൾ ആ ജെല്ലിൽ ചിലപ്പോൾ ആ പച്ചനിറം പറ്റി പിടിച്ച് വരുന്നതുകൊണ്ട് ആ തൊലിയൊക്കെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നല്ലോണമുള്ള ആ ഭാഗമൊക്കെ ചെത്തിയെടുക്കുക. ചെറുതായിട്ട് പെട്ടുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, ദോഷമൊന്നും വരില്ല. നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കറ്റാർവാഴയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ പൾപ്പുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. അതായത് ഒരു 3-4 തവണയൊക്കെ അതിൻ്റെ പശ പോലെയുള്ള നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ഇനി അത് ഒരു ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചോളൂ, ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തോളൂ. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോട്ടെ. അപ്പോൾ നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ അത് തിളപ്പിക്കാനായിട്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേരയുടെ ജ്യൂസിൽ DM വാട്ടറും കൂടിയും ചേർത്തിട്ടാണ് ഷാമ്പു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അലോവേര മാത്രം അരച്ചെടുത്തപ്പോൾ എത്രത്തോളം ജ്യൂസ് കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 ഗ്രാമാണല്ലോ ജ്യൂസ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ 500 ഗ്രാമിൻ്റെ അത്ര ഇല്ല എൻ്റെ കയ്യിൽ ജ്യൂസ്. അപ്പോൾ 139 ml ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു 140 കൂട്ടാട്ടോ, 140 ഗ്രാമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് 360 ml DM വാട്ടർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഷാമ്പു ഫേസ് വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് DM വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാനൊന്നും പാടില്ല. പച്ചവെള്ളത്തിന് പകരം തന്നെ ഈ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ അതും പാടില്ല. DM വാട്ടർ തന്നെ ചേർത്തോളൂ. വേറെ ഒന്നുമല്ല, DM വാട്ടർ എന്ന് പറയണത് ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നാണ്, അതായത് ശുദ്ധീകരിച്ച വെള്ളമാണ്. അപ്പോൾ കുറേ നാൾ കൂടിയും നമ്മൾ ഷാമ്പു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ ഒരു 2 മാസം, ഒരു 1.5 മാസം ഒക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വല്ല കേടൊക്കെ വന്നാലോ. അപ്പോൾ അങ്ങനെ വേണ്ട. DM വാട്ടർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഒരു കേടും കൂടാണ്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ 360 ml DM വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ml കൂടുതലുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. ഒരു 3-4 ml ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ആ അലോവേരയുടെ ജ്യൂസും DM വാട്ടറും കൂടിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ അളന്നെടുക്കാം. പേളി ഷാമ്പു ബേസാണ്, 1/2 കിലോ അളന്നെടുക്കണം. ഈ 1/2 കിലോ ബേസ് അളന്നെടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കാൻ പോണേ. അതായത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് തിരിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സിങ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം അടുപ്പത്ത് വെച്ച് ചൂടാക്കി മോൾഡിലേക്കൊക്കെ ഒഴിച്ച് അങ്ങനത്തെ കുറേ പണികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഷാമ്പു ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വെറുതെ മിക്സിങ് ആണ് വേണ്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് തൂക്കം അങ്ങനെ എടുത്ത് കാണിച്ചു തന്നത്, വെയിറ്റ് മെഷീനിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ബീക്കറാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ കണ്ട 500 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്ര എടുത്താൽ മതി, അങ്ങനെ നോക്കി എടുത്താൽ മതി. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കുക. ജ്യൂസ് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ചേർക്കാൻ പോണ ഓയിലുകളാണ് ഇനി കാണിച്ചു തരുന്നത്.
ഓയിലുകളൊക്കെ ചൂടുള്ളപ്പോൾ തന്നെ ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, ചൂടോട് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജ്യൂസിലേക്ക് നല്ലോണം അത് പിടിച്ചോളും. നമ്മളിപ്പോൾ നെയ്യൊക്കെ ഉരുക്കുമ്പോൾ കട്ടയായിട്ടിടുന്നതിന് നല്ലത് ഉരുക്കിയിട്ട് ജ്യൂസ് ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ ഇത്തിരി നന്നായി പിടിക്കുക. അപ്പോൾ ആ ചൂടോടെ തന്നെ കൂടിയിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ഓയിലും വെജ് ഗ്ലിസറിനും കൂടിയിട്ട് 5 ml ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 5 ml കേട്ടോ. അപ്പോൾ 2.5 ml വൈറ്റമിൻ ഇ ഓയിലും 2.5 ml വെജ് ഗ്ലിസറിനും കൂടിയിട്ട് 5 ml ആണ് ഇപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലും ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കണം. ഒലിവ് ഓയിലാണ് ഞാൻ ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കണേ. ഒലിവ് ഓയിൽ ഇത്തിരി ലൂസാണ്, ഇങ്ങനെ വെള്ളം പോലെ തന്നെയാണ്. സാധാരണ നമ്മുടെ എണ്ണയൊക്കെ ഉണ്ടല്ലോ, ആ എണ്ണയുടെ പോലെ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ വേഗം പോന്നു, ഇത്തിരി അധികമായി. അപ്പോൾ അത് തിരിച്ചൊഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ലോണം കൂടുതലൊന്നും ഒഴിക്കേണ്ട. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ നല്ല കട്ടിയാണ്, അപ്പോൾ അത് പതുക്കേ വരുള്ളൂ. മറ്റേത് നല്ല ഇത്തിരി ലൂസായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പോകുന്നത്. ഇപ്പോൾ കാസ്റ്റർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും 5 ml ആണ്. നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന 2 ഓയിലുകളും 5 ml ആണ്. മൊത്തം 10 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം മിക്സ് ചെയ്യുക, എല്ലായിടത്തേക്കും നല്ലോണം പിടിക്കണത് വരെ മിക്സ് ചെയ്യുക. ചൂടാറിയിട്ട് വേണം ഷാമ്പു ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഈ ബേസിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ വേണ്ടൂ. അപ്പം ഞാൻ ഈ ജാറിലേക്ക് ഒരു ഗ്ലാസ് റോൾ ഇട്ടിട്ടുണ്ട്. ആ ഗ്ലാസ് റോൾ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. 500 ഗ്രാം ഷാമ്പൂ ബേസിലേക്ക് 500 ml DM വാട്ടറും അലോവേരയുടെ ജ്യൂസും കൂടി തിളപ്പിച്ചിട്ടുള്ള ആ ഓയിൽ കൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ ഈ ഒഴിക്കാൻ പോണത്, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് 500 ml ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട, ഇത്തിരിശായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. ആദ്യത്തെ ഇത്തിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ലൂസാവോ എന്ന് വിചാരിക്കും. പക്ഷെ അത് മിക്സ് ചെയ്യണതിനനുസരിച്ചിട്ട് അത് ഭയങ്കര തിക്കായിട്ട് വരും. ഇത്തിരീശ് ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല തിക്കായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ കാണാമല്ലോ അതിങ്ങനെ നല്ല തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ കഴിയണത് വരെയും ഇത്തിരിശായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കളറാണ് കേട്ടോ. കളറും ഫ്രാഗ്രൻസ് ഓയിലും സ്മെല്ലിന് വേണ്ടിയിട്ട്. സ്മെല്ലിനുള്ളത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ആ ജ്യൂസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം. ഗ്രീൻ കളർ കൊടുക്കണുണ്ട്. അപ്പോൾ ഈ കളർ തന്നെ ഇങ്ങനെ ക്രീം കളർ തന്നെ കൊടുക്കുകയാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അലോവേരയുടെ സോപ്പ് ചെയ്യണത് ക്രീം കളർ തന്നെയാണ്, അതായത് ക്ലിയർ ആയിട്ടുള്ളൊരു കളറാണ് സോപ്പിന് കൊടുക്കണേ. വേറെ എക്സ്ട്രാ പച്ച കളറൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഷാമ്പു ആകുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ കൊടുക്കുന്നത്. കളർ വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഫുഡ് കളറോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത്. കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കുന്ന കളർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ആ ജ്യൂസൊക്കെ കഴിയാറായിട്ടുണ്ട്. ഒരു വട്ടം കൂടി ഒഴിക്കാനുള്ളതുള്ളൂ. ലാസ്റ്റത്തെ ട്രിപ്പാണ് ഈ ഒഴിക്കണത്. ഇതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം. കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെയും മിക്സ് ചെയ്യുക. മിക്സിങ് ആണ് ഇതിൽ മെയിനായിട്ട് വരണേ. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷാമ്പു നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്മെല്ലിനായിട്ട് ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 15 ml ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്മെല്ല് എത്തണത് പോലെ, ആ ഫ്രാഗ്രൻസ് എത്തണത് പോലെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ്. കളറ് ആദ്യം 2-3 ഡ്രോപ്പ് ഒറ്റിച്ച് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കളർ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മതി. അല്ലെങ്കിൽ പിന്നെ ഒരു 2-3 ഡ്രോപ്പ് കൂടി ഒറ്റിച്ച് നോക്കുക. അപ്പോൾ ഇത്തിരി കൂടി ഡാർക്ക് കളറാവും. അപ്പോൾ അത് ഇഷ്ടമായെന്ന് വെച്ചാൽ അങ്ങനെ മതി. ഇനിയിപ്പോൾ നല്ല ഡാർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ. ഞാൻ ഇപ്പോൾ 10 ഡ്രോപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത്തിരി ഒഴിച്ചു. അത് മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഇത്തിരി കൂടിയും കളറ് ഒഴിക്കാമെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഒഴിച്ചു. അങ്ങനെ ഒരു 10 ഡ്രോപ്പോളാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാലും ലൈറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഷാമ്പു ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ ഇഷ്ടത്തിന്. ഇപ്പോൾ ഇത്രയും മതി എന്ന് വെച്ചാൽ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത്തിരി കൂടിയും ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടിയും ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഷാമ്പു ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അലോവേരയുടെ ഷാമ്പു ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പരമാവധി എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. വിളിക്കണ്ട. വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുട്ടികളും ഒക്കെ ഉള്ളതല്ല, അപ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിവുള്ളപ്പോൾ അല്ലെങ്കിൽ സൗകര്യം പോലെ എനിക്ക് റീപ്ലൈ ഒക്കെ തരാമല്ലോ. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതേപോലെ ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള ബേസും ഓയിലുകളും കളറും DM വാട്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇനി ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുകയാണ് 100 ഗ്രാമിൻ്റെ 100 ml ബോട്ടിലുകളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷാമ്പു ഒഴിച്ചു കൊടുക്കുകയാണ്. 100 ml ആണ് അളക്കണത് കേട്ടോ.
ഷാമ്പു മാത്രമല്ല ഫേസ് വാഷ് ആയാലും ഫേസ് ക്രീം, ഫേസ് ജെല്ല്, ലിപ് ബാം, പിന്നെ സോപ്പുകൾ ഒരു 30 തരം സോപ്പുകൾ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും കാണാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.